നമ്മുടെ കേരളത്തിൽ കാടിന്റെ നടുവിലൂടെ പ്രകൃതിയെ തൊട്ടറിയാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ? ഇവിടെ എത്തുമ്പോൾ തന്നെ നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്നത് പക്ഷികളുടെ ശബ്ദവും അതുപോലെ തന്നെ ഈ ഒരു പച്ചപ്പും ഒക്കെയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലെ അടവി എക്കോ ടൂറിസം കാണാനാണ്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നിങ്ങൾക്കും ഇവിടെ വരാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് തോന്നും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ തന്നെ പ്രകൃതിയും അഡ്വഞ്ചറസുമായിട്ടുള്ള ഈ കോന്നി അടവി എക്കോ ടൂറിസമാണ്. അപ്പോൾ ഇവിടെ എന്തെല്ലാം നമുക്ക് കാണാൻ പറ്റും, അതുപോലെ തന്നെ ടിക്കറ്റ് റേറ്റ് എത്രയാണ്, ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ കോന്നിക്കടുത്തായിട്ട് തണ്ണിത്തോട് പോകുന്ന റൂട്ടിലാണ് നമ്മുടെ ഈ അടവി എക്കോ ടൂറിസം ഉള്ളത്. ഈ ഒരു യാത്ര തുടങ്ങുമ്പോൾ തന്നെ ഇരുവശവും നിറഞ്ഞു നിൽക്കുന്ന കാടുകളും ശുദ്ധവായുവും മനസ്സിനെ വേറൊരു ലോകത്തിലേക്ക് തന്നെ കൊണ്ടുപോകും. നഗരത്തിന്റെ തിരക്കിൽ നിന്ന് മാറി കുറച്ചു സമയം പ്രകൃതിയോടൊപ്പം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച ഡെസ്റ്റിനേഷൻ തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം എന്താന്ന് വെച്ചാൽ ഈ കൊട്ടവഞ്ചി തന്നെയാണ് കേട്ടോ. അതായത് നമ്മൾ ഈ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വെള്ളത്തിലൂടെ ഉണ്ടല്ലോ, ഈ കൊട്ടവഞ്ചിയിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇവിടെ തന്നെ നമ്മൾ വരുന്ന ടൈമിൽ നമ്മുടെ കാറ് അല്ലെങ്കിൽ ഏത് വണ്ടിയാണോ അത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതിന്റെ തൊട്ട് താഴെ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ആ ടിക്കറ്റ് കൗണ്ടറിൽ ഒരു കൊട്ടവഞ്ചിക്ക് 600 രൂപയാണ് ചാർജ് വരുന്നത്. ഒരു കൊട്ടവഞ്ചിയിൽ 4 പേർക്കാണ് മാക്സിമം കയറാൻ പറ്റുന്നത്. ഈ ടിക്കറ്റ് കൗണ്ടറിന്റെ താഴെയായിട്ട് റെസ്റ്റോറന്റും വരുന്നുണ്ട്. അവിടുന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാനും പറ്റും. ഇവിടുത്തെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് തിങ്കളാഴ്ച അവധിയാണ്. പിന്നെ ചൊവ്വാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ രാവിലെ 8:30 തൊട്ട് വൈകിട്ട് 5:30 വരെയാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഞായറാഴ്ച 8:30 തൊട്ട് 6 മണി വരെയാണ് ഇവിടുത്തെ ടൈമിങ്. പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ കാണാം ഇവരുടെ ഈ ഒരു കൊട്ടവഞ്ചി ഉണ്ടല്ലോ ഇങ്ങനെ അടുക്കി നിരത്തി വെച്ചേക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനും അവൈലബിൾ ആണ്. ഫുഡൊക്കെ കയ്യിൽ കരുതേണ്ടവർക്ക് അങ്ങനെയാണെങ്കിലും എടുക്കാം. അതിനൊന്നും ഇവിടെ റെസ്ട്രിക്ഷൻസ് ഇല്ല. പിന്നെ ഇവിടെ ഭയങ്കര നീറ്റായിട്ട് കിടക്കുന്ന ഒരു പ്ലേസ് ആണ്. അതനുസരിച്ച് നമ്മൾ ഒന്നും വാരി വലിച്ച്, അതായത് പ്ലാസ്റ്റിക്കോ അതുപോലെയുള്ള ഫുഡ് വേസ്റ്റ് ഒന്നും അങ്ങനെ ഇടാൻ പാടില്ല. അവിടെ ബോക്സ് വെച്ചിട്ടുണ്ട്, അതിനകത്ത് മാത്രമേ നമ്മൾ ഇടാൻ പാടുള്ളൂ. ഈ ഒരു കൊട്ടവഞ്ചിയിലൂടെയുള്ള ഒരു യാത്രയുണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു റിലീഫ് തന്നെ തരുമെന്ന് ഞാൻ പറയാം. അതായത് നമ്മുടെ ഈ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വെള്ളത്തിലൂടെ നമ്മൾ ഈ ഒരു യാത്ര ഇങ്ങനെ പോകുമ്പോഴത്തേക്കിന് ഈ ചുറ്റും കാണുന്ന ഒരു പച്ചപ്പും അതുപോലെ തന്നെ ഈ പക്ഷികളുടെ ഒക്കെ ഒരു ശബ്ദവും ഒക്കെ നമ്മുടെ മനസ്സിനെ ഒരു ഭയങ്കര കാമായിട്ട് വെക്കും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഫോട്ടോ എടുക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടുകളുണ്ട്. നമ്മുടെ ഫാമിലിയോട് കൂടിയും അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ സമയം ചെലവഴിക്കാൻ ഒരു നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ ഉള്ളത്. മഴക്കാലത്തും അതിനുശേഷവുമാണ് ഈ ഒരു പ്ലേസിന്റെ ഭംഗി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റുന്നത്. പ്രകൃതി സ്നേഹികൾക്കും അതുപോലെ തന്നെ ട്രാവൽ ബ്ലോഗുകളൊക്കെ ചെയ്യുന്നവർക്കും ഒക്കെ ഈ ഒരു പ്ലേസ് എന്തുകൊണ്ടും കണ്ടിരിക്കേണ്ട തന്നെ ഒരു പ്ലേസ് ആണെന്ന് ഞാൻ പറയും. കൊട്ടവഞ്ചിയിൽ നമ്മൾ പോകുന്ന സമയത്തുണ്ടല്ലോ, ഏകദേശം ഒരു നടുക്കൊക്കെ എത്തുമ്പം, അതായത് കുറേ ദൂരം കുറച്ച് യാത്ര ചെയ്യുമ്പോഴത്തേക്കിന് ഈ ചേട്ടൻ നമ്മളുണ്ടല്ലോ നന്നായിട്ട് വട്ടം, അതായത് ഭയങ്കര ഫാസ്റ്റിൽ നമ്മളിങ്ങനെ വട്ടം കറക്കും. തലവേദന ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പക്ഷേ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുവാണെങ്കിൽ അത് എന്തുകൊണ്ടും നല്ലതാണ്. ഇവിടെ വരുന്നവര് മാക്സിമം രാവിലെ തന്നെ എത്താൻ ശ്രമിക്കുക. അതാവുമ്പോഴത്തേക്കിന് തിരക്ക് വളരെ കുറച്ചായിരിക്കും. ഈവനിങ് ടൈമിലായിരിക്കും കുറച്ചും കൂടെ ആളുകളൊക്കെ കൂടുന്നത്. അപ്പോൾ രാവിലെ തന്നെ എത്തുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ തന്നെ കുടിവെള്ളവും ആവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ കരുതുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇവിടെ ഭയങ്കര നീറ്റായിട്ട് കിടക്കുന്ന ഒരു പ്ലേസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും ഇങ്ങനെ ഉപേക്ഷിക്കാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. നല്ല രസമായിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അപ്പോൾ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്താണേലും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ഈ എക്കോ ടൂറിസം എന്ന് പറയുന്നത്. ഇപ്പം മഴ സീസൺ ആണ്. മഴയൊക്കെ തോർന്നു കഴിഞ്ഞിട്ട് പോകുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കോന്നി അടവി എക്കോ ടൂറിസ്റ്റിലേക്കുള്ള നമ്മുടെ യാത്ര. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ. പിന്നെ ഇനിയും ഇത്തരത്തിലുള്ള ട്രാവൽ വീഡിയോകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അതാവുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടും. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാം.